മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണാർത്ഥം കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ റോഡിൽ ഡിവൈഎഫ്ഐ പ്രതീകാത്മക വായനശാല നിർമ്മിച്ചത് വിവാദമാകുന്നു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് മുന്നിലെ സംസ്ഥാന പാതയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയാണ് ജനകീയ വായനശാല എന്ന പേരിൽ നിർമ്മാണം നടത്തിയത്. ഡിവൈഎഫ്ഐയുടെ റോഡരികിലെ പ്രചാരണ സംവിധാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ മാസം 20-ന് നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണത്തിനായാണ് കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ റോഡരികിൽ ഡിവൈഎഫ്ഐ വായനശാല മാതൃക ഒരുക്കിയത്. 4 മീറ്റർ വീതിയും അതിലേറെ നീളവുമുള്ള നിർമ്മിതിയിൽ ഒരു മുറി ഉൾപ്പെടെ 2 ഭാഗങ്ങളാണുള്ളത്. പുറത്ത് 3 മനുഷ്യരൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഓടുകൊണ്ടുള്ള മേൽക്കൂരയും അലുമിനിയം പാളി കൊണ്ടുള്ള ഭിത്തിയുമാണ്. ഇതിനകത്ത് മരബെഞ്ചുകളും വെച്ചിട്ടുണ്ട്. റോഡിൽ പ്രചാരണ സംവിധാനം നിർമ്മിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അവരുടെ ഒരു സമര പരിപാടിയുടെ ഭാഗമായി വലിയ വലിപ്പത്തിൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു കുടിൽ നിർമ്മിച്ചിരിക്കുകയാണ്. നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് ഈ ഒരു കുടിൽ ഇവിടെ കെട്ടി ഇതിന്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഡിവൈഎഫ്ഐയുടെ നിർമ്മിതിക്കെതിരെ നടപടിയെടുക്കാത്ത നഗരസഭാ നിലപാടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ റോഡരികിൽ തന്നെ ഷെഡ് ഉയർത്തി. നഗരസഭയ്ക്ക് അപേക്ഷ നൽകിയ ശേഷം ഗതാഗതക്കുരുക്കുണ്ടാക്കാത്ത രൂപത്തിലാണ് പ്രചാരണ സംവിധാനം ഒരുക്കിയതെന്നാണ് ഡിവൈഎഫ്ഐയുടെ വിശദീകരണം. മീഡിയ 1 കാസർഗോഡ്. വയനാട്ടിൽ CPM ബന്ധമുള്ള സൊസൈറ്റിക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ ലക്ഷങ്ങൾ മറിച്ചു നൽകിയെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ പുറത്ത്. ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്കാണ് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ വൻ തുക നൽകിയത്. നിയമവിരുദ്ധമായാണ് ബാങ്കുകൾ പണം നൽകിയത് എന്നും നിയമ നടപടി വേണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. CPM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ 11 സഹകരണ ബാങ്കുകളാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. 53 ലക്ഷം രൂപ നിക്ഷേപിച്ച നല്ലൂർനാട് സർവീസ് സഹകരണ ബാങ്കാണ് ഏറ്റവുമധികം തുക നിക്ഷേപിച്ചിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി താലൂക്ക് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് സഹകരണ സംഘം നിക്ഷേപിച്ചത് 30 ലക്ഷം രൂപ. കോട്ടത്തറ, കൽപ്പറ്റ, തരിയോട്, വൈത്തിരി സഹകരണ ബാങ്കുകൾ, മാനന്തവാടി സഹകരണ അർബൻ സംഘം, മാനന്തവാടി ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘം, കൽപ്പറ്റ സോൺ ലേബർ കോൺട്രാക്ട് സംഘം, കൽപ്പറ്റ അർബൻ സഹകരണ സംഘം, കൽപ്പറ്റ ഗവൺമെന്റ് സർവന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് സഹകരണ സംഘം എന്നിവരും വൻ തുക നിക്ഷേപിച്ചിട്ടുണ്ട്. 2,20 ലക്ഷം രൂപയാണ് ഇങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളതെന്നാണ് വിവരാവകാശ രേഖ. നിക്ഷേപത്തിന് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലെന്നും രേഖയിൽ നിന്ന് വ്യക്തമാണ്. ഫലത്തിൽ ഈ നിക്ഷേപകർക്ക് ആർക്കും പണം തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഈ സഹകരണ സംഘങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നിയമവിരുദ്ധമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി കിട്ടാത്തൊരു കാര്യം. അങ്ങനെയാണ് 2,20 ലക്ഷം രൂപ ഈ 11 സഹകരണ സംഘങ്ങൾ കൂടി മറിച്ച് ഈ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് കൊടുത്തത്, ഈ ബ്രഹ്മഗിരിക്ക്. കെടുകാര്യസ്ഥതയും അഴിമതിയും മൂലം കോടികളുടെ കടബാധ്യതയാണ് നിലവിൽ ബ്രഹ്മഗിരി സൊസൈറ്റിക്കുള്ളത്. നിരവധി ചർച്ചകൾ നടത്തിയിട്ടും പരിഹാരമാകാത്ത പശ്ചാത്തലത്തിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ അടുത്തിടെ പ്രത്യക്ഷ സമരം നടത്തിയിരുന്നു. സർക്കാരിന്റെ നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. ഇതിനിടെയാണ് സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തുവന്നിരിക്കുന്നത്. മീഡിയ 1 വയനാട്.